ചിലർ 3 വട്ടമൊക്കെ വെള്ളം ഒഴിച്ച് കാരണം അപ്പം ഇത് സാധനം അങ്ങനെ കൂടി വെള്ളം അറിയൂലേ അതുകൊണ്ട്. കൊടുവള്ളി ഏരിയകൾക്ക് പാല് വേണമെങ്കിൽ ഹോം ഡെലിവറി എത്തിച്ചു കൊടുക്കുന്നതാണ് അല്ലേ? പറയൂന്ന്. ബ്ലഡ് ഗ്രൂപ്പ് എടുത്ത്. ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? ഇന്ത്യക്ക് അറിയാം പോസിറ്റീവാണ്. ഇനി ഒരു നോക്കിയിട്ട് പറയട്ടെ. മാറി പോകുന്നില്ല. കുട്ടിന്റെ അല്ല, കുട്ടിന്റെ എങ്ങനെയൊന്നും മന്ത്രം. മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഒരാളെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി നിന്ന്. എവിടെ പോയിരിക? ഡ്യൂട്ടി കഴിഞ്ഞ് വരിക ഗൈസ്. രാവിലെ ഡ്യൂട്ടിയോ കഴിഞ്ഞ് വരിക. അതെന്താ കുറച്ച് ഞാനും എല്ലാ കുപ്പിയിലും ഒഴിച്ചപ്പോഴേ പത വന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പത അടിയിക്കായി. അപ്പം പിന്നെ ഇതിൽ നിന്ന് എല്ലാവർക്കും തിരിച്ചു പാല് കൊടുത്തു വരികയുണ്ട്. മമ്മറി മിൽക്ക് കണ്ടോ? ആ കൊണ്ടുവന്ന മിൽക്ക് എനിക്കുള്ളതാണ്. നാടൻ പശു ഇന്ന് കാണിക്കാൻ വേണ്ടി പോകാനുണ്ട്. രാവിലെ തന്നെ നേരത്തെ പോകാൻ നിൽക്കുകയാണ്. ഞാൻ പോയി കുളിച്ച് വരാം. വീഡിയോ എടുത്തേണ്ട പാലിൻ്റെ. കൊടുവള്ളി ഏരിയകൾക്ക് പാല് വേണമെങ്കിൽ ഹോം ഡെലിവറി എത്തിച്ചു കൊടുക്കുന്നതാണ് അല്ലേ? പറയൂന്ന്. ഞാൻ പോയി കുളിച്ച് വരാം. യൂണിഫോം അങ്ങനെ ഉണ്ട്? സൂപ്പർ ആയിരിക്കുന്നു. മെമ്മറി ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. വഴിയിലിങ്ങനെ പാല് ഇങ്ങനെ മണിക്കൂർ കണക്കിനാ നിൽക്കുന്ന ഓരോരുത്തര്. നമ്മളാണ് വീട്ടിലെത്തിച്ചു കൊടുത്ത് ഫ്രീ ആയി. 7 മണിയാകുമ്പോഴത്തേനും പരിപാടി കഴിഞ്ഞു. 5 മണിക്ക് പോയി 7 മണി മുതൽ എത്തിയില്ലേ? ഓക്കെ, ഞാൻ കുളിച്ചാണ്ട് ചായ കുടിക്കാലേ. ഓ പാക്കി കുടിക്കാലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഡ്ഡലിയുണ്ട്, ചട്നിയുണ്ട്. എനിക്ക് കുടിക്കാൻ പറ്റൂല. ഇതൊക്കെ ഇത് മാറ്റുന്നില്ല. തൊട്ടാ പോണേ അയ്യാടാ പരസ്യം കൊണ്ടാക്കാൻ എൻ്റെ ഇത്തലുണ്ട്. ഞാൻ കഴിക്കും. ഞാൻ റെഡിയായി. ഞാൻ മാറ്റി കഴിച്ചാ ഞാൻ മാറ്റി നിൽക്കുന്നു. ഫയലൊക്കെ കയറിയിരിക്കുന്നത്. ഒരു ഫയൽ വാങ്ങണോ? അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. മാറ്റിയിട്ടുണ്ട്. ചാർജർ ഉണ്ടോ? വയറ് ആയി കുത്താന് അതുകൊണ്ട് വെച്ച് എവിടെ? ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഹോസ്പിറ്റൽ വ്ളോഗ് ഒന്ന് പോടെയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ 7-ാം മാസത്തെ സ്കാനിങ്ങിന് പോവാം. 7-ാം മാസത്തെ സ്കാനിങ്? നിങ്ങൾ 1 മാസം കൂടുതൽ കൂട്ടിയോ? 7 ഇപ്പോൾ എന്ത് മണ്ടപ്പനാടാ. 8ആയോ? 6-ാം മാസത്തെ സ്കാനിങ് അല്ല, ഒരു ടെസ്റ്റ് ഇല്ലേ? 6 മാസം കഴിഞ്ഞില്ലേ? 7-ാം മാസം ഇങ്ങനെ തുടങ്ങുന്നു. അപ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാം. വെറും വയറ്റിൽ ഗ്ലൂക്കോസോ അതോ കുടിച്ചിട്ടൊരു ടെസ്റ്റ് ഉണ്ടല്ലോ, അതിനാണ് പോകുന്നത്. അപ്പോൾ അതൊന്നും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിരിക്കുന്നോ എനിക്ക് ഓർമ്മയില്ല. വെറും വയറ്റിലൊരു ടെസ്റ്റ് എന്തായാലും നമുക്ക് ടെസ്റ്റ് ഉണ്ട്. 2 ടെസ്റ്റ് ഉണ്ട് എന്തായാലും. പിന്നെ ബ്ലഡിന്റെ എടുക്കുവോ? ബ്ലഡ് ഗ്രൂപ്പിന്റെ ഉണ്ട് പറഞ്ഞില്ലയോ? അതന്നെ, ബ്ലഡ് ഗ്രൂപ്പിന്റെ തന്നെ 2 ടെസ്റ്റ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. പോയല്ലേ എന്നാല് നോക്കി നിൽക്കണേ. മീഷോ ഡ്രസ് ഇട്ടിട്ടൊക്കെ നടക്കുന്നത്. ഇത് ഞാൻ എടുത്തങ്ങ് എൻ്റെ സ്വന്തമായി. റിട്ടേൺ കൊടുക്കണ്ട. ഇതൊക്കെ ഫ്രീ തന്ന പോലെ മീഷോക്കാര്. നല്ല ലൂസ്, നല്ല കംഫർട്ടബിൾ ആക്കണ്ടോ ഇടാൻ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോവാണ്. ഈ ബാഗ് ഒന്ന് ഡിക്കിയിൽ വെക്കണം. എന്താ നോക്കി എടുക്കണേ? അപ്പം ഞാൻ തുറന്നപ്പോൾ എനിക്ക് തന്നൂടാ. ഇല്ല പിന്നെ മോനത്ത് നോക്കിയൊക്കെയാണ് വെക്കണേ. നേരെ വെക്കി. ഗൈസ് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. $75 ഗ്രാം ഗ്ലൂക്കോസ് ഇവിടുന്ന് വാങ്ങണോ, എന്നിട്ട് കലക്കിയിട്ട് കുടിക്കാൻ. എന്നിട്ട് ബ്ലഡ് എടുക്കണ്ടേ? 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്ലഡ് എടുക്കണ്ടേ? ഇവിടെയും കുത്തിയെടുത്ത് മറ്റേ CT ബ്ലഡ് ഗ്രൂപ്പ് എടുത്ത്. ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? ഇന്ത്യക്ക് അറിയാം പോസിറ്റീവാണ്. ഇനി ഒരു നോക്കിയിട്ട് പറയട്ടെ. മാറി പോകുന്നില്ല. കുട്ടിന്റെ അല്ല, കുട്ടിന്റെ എങ്ങനെയൊന്നും പറയല്ലേ.
ഗ്ലൂക്കോസ് വാങ്ങുക. അങ്ങനെ ഗ്ലൂക്കോസായിട്ടൊക്കെ പോകട്ടെ. അതാ ഗ്ലൂക്കോസായിട്ടൊക്കെ ഉണ്ട്. ഇനി ഗ്ലൂക്കോസൊക്കെ കലക്കി കുടിച്ചിട്ട് വാ, എന്നിട്ട് അടുത്ത ബ്ലഡ് എടുത്തിട്ട് വായോ. ഗ്ലൂക്കോസ് കുടിച്ചോ. ഒൻപതര ആയിട്ടേ ഉള്ളൂ. 10 മണിക്കാണ് പോകേണ്ടത്. 9 മണിക്കാണ് ഗ്ലൂക്കോസ് കുടിച്ചത്. 10 മണിയാകുമ്പോൾ 10 മണിക്ക് ഒരെണ്ണെടുത്ത്, അത് കഴിഞ്ഞ് 11 മണിക്ക് ഒരെണ്ണം എടുക്കണം. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കണം. റിസൾട്ട് കിട്ടിയിട്ട് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ഇവിടെയാ. ഇതുവരെ ഒന്നും കഴിച്ചില്ല. വിശപ്പ് വരും കഴിക്കും. സാധാരണ വരേണ്ട സമയം ആയിക്കണം എനിക്ക്. ഗ്ലൂക്കോസ് വെള്ളം ഇങ്ങനെ കലക്കാൻ കുടിച്ച് ഇതിങ്ങനെ ഒരുമാതിരിയാവുക. ഗ്ലൂക്കോസ് വെള്ളത്തിന് എന്താ പ്രശ്നം? മധുരല്ലേ? അതിലെന്താ? നിങ്ങളുടെ നോയ്സ് കഴിഞ്ഞില്ല. നല്ല മധുരക്കട്ടി. കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കുടിക്കാം. അപ്പം അങ്ങനെ മിക്സ് ചെയ്യുന്ന കൂടി വരില്ലേ? മിക്സ് ചെയ്ത് കുറച്ച് പൊടി ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കുറച്ച് പൊടി ഇട്ട് അങ്ങനെ കുടിക്കണം. ആ ഗ്ലാസ് നിറയെ ഈ പൊടി ഉണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് മിക്സ് ചെയ്യും. പിന്നെ നമ്മളങ്ങനെ കുടിക്കുമ്പോൾ കുടിക്കുന്നതിനനുസരിച്ച് നമ്മൾ പോണ വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്യുക, കുടിക്കുക, വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്ത് കുടിക്കുക. പിന്നെ 2 വട്ടമൊക്കെ വെള്ളം ഒഴിച്ച്. കാരണം അപ്പം ഇത് സാധനം അങ്ങനെ കൂടി വെള്ളം നിറയൂലേ. അതുകൊണ്ട് ഫോൺ ഉള്ളോട്ട് എടുക്കായിരുന്നു. ഞാൻ എടുത്തില്ല. കുടിക്കുന്നത് ഇപ്പം എന്ത് വീഡിയോ എടുക്കാനാ. ശരി. അങ്ങനെ ഗൈസ് 3 മണിക്കൂറിന് ശേഷം ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. കയ്യിലൊക്കെ കൊറേ കുത്തിയിട്ടുണ്ട്. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ഇതുവരെ കഴിച്ചില്ല. സമയം 11:30 കഴിക്കാൻ വേണ്ടി പോട്ടെ. ഗ്ലൂക്കോസും വെള്ളം കുടിച്ചല്ലേ ഈ ഗ്ലൂക്കോസും വെള്ളം. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല എന്നാ തോന്നുന്നത്. അയ്യടാ എന്തേത്താന്നാ ഗ്ലൂക്കോസ് വെള്ളല്ലേ കുടിച്ചേ? എങ്ങനെയാ കുടിച്ചേ എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര മധുരം. നല്ല മധുരം. ഇതുണ്ടോ, ഫസ്റ്റ് ഇവിടെ കുത്തി, രണ്ടാമത് ഇവിടെ കുത്തി, മൂന്നാമത് ഇവിടെ കുത്തി. ചോരക്ക് കിട്ടിയില്ലേ? ഇനി വയറ് നിറച്ചൊന്നും കഴിക്കട്ടെ, വിശക്കണം. അറിയോ? ശരി വാ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കന്യാഗതിയിലേക്ക് എത്തിക്കുന്നു. ഇപ്പം മുക്കത്തുള്ള അങ്ങോട്ടേക്കാ വന്ന്. ഫസ്റ്റ് ഞാനേ ഹോട്ടലിൽ തപ്പി ഇറങ്ങി അവസാനം കുഴിമന്തി കഴിക്കാന്ന് വിചാരിച്ചു. അതെ, അതൊന്നും കഴിക്കാൻ വിചാരിച്ചല്ല വന്നു കേട്ടോ. അതെ, ഇത് കണ്ടപ്പോ ഞാൻ ഫസ്റ്റ് ഒരു കൊണ്ടുവന്ന കുഴിമന്തി കിട്ടിയപ്പോ വല്ല കാന്ത ആകർഷിക്കണ പോലെ നെഹദി കണ്ടപ്പോ ഇങ്ങോട്ട് വാ പറയുന്ന അവള്. ഞാനല്ലേ, ഞാൻ പറഞ്ഞാ പോവാ. ഇതൊന്ന് പറയട്ടെ. ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞങ്ങക്ക് വെൽക്കം ഡ്രിങ്ക് കൊണ്ടുതരുന്നത്. ലോങ് നോക്കിയപ്പോ കണ്ടപ്പോ എനിക്ക് പീസ് എന്താ ഒന്നുമില്ല, ഞാനത് എടുക്കാൻ വിചാരിച്ചായിരുന്നു. നിങ്ങളെ കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. എന്തായാലും മന്തി കഴിക്കട്ടെ. ഇത്ര നേരം പട്ടി കിടന്നല്ലേ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചതാ ഇറങ്ങുക കേട്ടോ. വെക്കി അങ്ങോട്ട് എടുത്തത് എന്താ ഭ്രാന്താവുന്ന ഒന്ന് ബേഗ് എടുത്ത് വരാൻ ഞാൻ പറഞ്ഞാണേ. എന്നിട്ട് ബേഗ് എടുത്ത് വരാണ്ട് ബേഗ് ഡിക്കിയിലിട്ട് വന്ന്, എന്നിട്ട് ഈ ഫയലും ഇതൊക്കെ കൈ പിടിക്കാൻ വേണ്ടി എന്ത് വെയിലാണ് നോക്കുക. അടാറ് വെയിലാട്ടോ. കാക്ക കയ്പില. വെച്ചിട്ട് വന്നിട്ട് എന്റെ അടുത്ത് വെയിലത്ത് നിന്ന് കുണുകുണൂന്നല്ലണ്ട. അപ്പൊ ശരി, വീട്ടിൽ കത്തിരി കാണട്ടോ. നല്ല കാര്യം പറയേ. എന്ത് കാര്യോ? അതെ, ഡോക്ടറൊക്കെ കണ്ട് എല്ലാം കാണിച്ച് ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞേ. ഒരു റിസൾട്ടും കൂടി കിട്ടാനുണ്ട്. അതിലും പ്രശ്നമില്ലെങ്കിൽ ഓക്കെ, വേറെ ഒരു പ്രശ്നമില്ല. ബ്ലഡ് റിസൾട്ട് കിട്ടാനുള്ളത് അതോ ഞാൻ അടുത്ത മാസം കാണിക്കാൻ വരാൻ പോകും. കുട്ടീൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഹൃദയമിടിപ്പ് പോലെ പറഞ്ഞിട്ട് ഭയങ്കര കേൾക്കുന്നുണ്ടോ? നല്ല വെയിലാ. വേഗം വിടട്ടെ വീട്ടിലേക്ക്. ഇളനീർശേക്ക് കുട്ടിക്ക് നല്ലതാ, അതുകൊണ്ടാണ്. ഓഹോ, അതാണ് അണക്കല്ലേ? എന്റെ വെള്ളക്കല്ലേ കുട്ടിക്കാം. അണക്കപ്പ കഴിക്കണ്ട. അവസാനത്തിന് അടി തുടങ്ങി വെച്ച് ഞാനാണെങ്കിലും തീർത്തും അവസാനം നല്ല ഫുള്ളിങ്ങൊക്കെ തന്നെ. ഞങ്ങൾ വീട്ടിലെത്തി.
അതുകൊണ്ടാ ഇത്ര കൊണ്ട് തന്നെ അപ്പാപ്പ അന്ന് കോരിട്ടായി എനിക്കോളാനെ ബബിൾ കള്ള പറഞ്ഞോട് ഞാൻ പറഞ്ഞു കോരിട്ടായി കഴിഞ്ഞാൽ ഓളെ ആ ഞാൻ കണ്ട കൂടെ മതി. ഓക്കെ എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പറാ പറയും. എൻ്റെ അഭിപ്രായം കേട്ടിട്ടാണ് എനിക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ. ഞാൻ ക്ഷീണിതയാണ്. സൂപ്പറാന്നറിയോ? സേമിയ പായസം. ഇത് സേമിയ പായസം തിന്നോക്ക്. അയ്യേ രസമല്ല, വെറും പായസല്ലേ. അതിക്ക് രസം ഉണ്ടാവില്ല അറിയാം, അതോടെ സൂപ്പർല്ലേ. നിങ്ങൾക്കില്ലാണ്ട് ഞാൻ എന്താ വാങ്ങും? എന്തോ ഒരു രസമില്ലടി. എന്താ അപ്പൊ ചോക്കബാറൊന്നും കിട്ടിയില്ല? ചോക്കോബാർ ഞാൻ നോക്കിയില്ല, അത് അരിഞ്ഞു പോയി. അപ്പൊ ഗൈസ് ഞങ്ങളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഹോസ്പിറ്റലിൽ കാണിച്ചത് എങ്ങനാ? എന്നാ വീഡിയോ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ, കമന്റ് ചെയ്യാ, ലൈക്ക് ചെയ്യാ. ഡ്രസ് എങ്ങനെയുണ്ട് പറയാ. ഒരു പ്രത്യേക തരം കോസ്റ്റ്യൂം അത്. ധാരയുടെ ട്രൗസർ അബന്റെ ആണോ? അപ്പന്റെ ട്രൗസർ അല്ലേ? എനിക്കറിയാം. കുഞ്ഞാവ കൊടുക്ക, അത്ര വലുപ്പമുള്ളൂ. ചെറുപ്പത്തിലെ ട്രൗസർ ഇപ്പോഴും പാടില്ല, എന്ത് പറയാനാ. ബൈ പറയും, ബൈ.